പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും 5 ദിവസത്തിനുള്ളിൽ നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. സബ് കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും അടിഞ്ഞതോടെ കനാൽ ബണ്ടുകൾ പൊട്ടി പാടത്തേക്ക് വെള്ളം ഒഴുകുമെന്ന സാഹചര്യത്തിൽ കോൾ കർഷക സംഘം കഴിഞ്ഞ ദിവസം മേജർ ഇറിഗേഷൻ ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ട് സബ് കളക്ടർ അഖിൽ വി മേനോന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് 5 ദിവസത്തിനുള്ളിൽ ചണ്ടിയും കുളവാഴയും ഡ്രെഡ്ജർ ഉപയോഗിച്ച് നീക്കി തുടങ്ങുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചത്. ചണ്ടി നീക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ തൽക്കാലം സമരം അവസാനിപ്പിക്കുന്നതായി കോൾ കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു. ടെൻഡർ ചെയ്ത കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അത് അടിയന്തരമായിട്ട് അതിൻ്റെ സാധാരണയുള്ള പ്രൊസീജിയർ മാറ്റി 5 ദിവസത്തിനകത്ത് വർക്ക് തുടങ്ങാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് ഡ്രെഡ്ജർ ഉപയോഗിച്ചിട്ടാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും വേഗത്തിൽ അത് വർക്ക് നടത്താൻ കഴിയും. അങ്ങനെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ നടത്തിയിട്ടുള്ള ആ ഉപരോധ സമരത്തിൻ്റെ തുടർച്ചയായിട്ട് ഒരു പരിഹാരം വന്നിട്ടുണ്ട്. ഈ ചെറിയ പാലത്തിൻ്റെ വടക്കേ സൈഡിൽ വെള്ളം ലോഡും തെക്കേ സൈഡിൽ വെള്ളം കുറവാണ്. അപ്പോൾ അത് കാരണം അതൊക്കെ കോളിലേക്ക് കയറിക്കൊണ്ട് കോളിന്ന് ബണ്ട് മറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിൻ്റെയുള്ള പരിഹാരങ്ങൾ ഇനി നോക്കണം. ഇപ്പോഴത്തെ സാഹചര്യം ഞങ്ങൾ ഇന്നലെ ഇരുന്ന ഉപരോധ സമരത്തിൻ്റെ ഒരു ചർച്ച ഞങ്ങളെ ഭരണകൂടം ഞങ്ങളുടെ ഈ സമരം ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 5 ദിവസത്തിനുള്ളിൽ മാറ്റിത്തരാം, തുടങ്ങാം എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്ന കാരണം ഞങ്ങൾ ഇന്ന് ഇതാവുകയാണ്. പുല്ലഴി ചെറിയ പാലത്തിന്റെ തൂണുകളിൽ ചണ്ടിയും കുളവാഴകളും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത നൽകിയിരുന്നു. യോഗത്തിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിനി, ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് KK കൊച്ചുമുഹമ്മദ്, പുല്ലഴി കോൾ കർഷക സംഘം ഡയറക്ടർ KN രഘു, സെക്രട്ടറി കോളയങ്ങാട്ട് ഗോപിനാഥൻ, കോർപ്പറേഷൻ ഓവർസിയർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ.